അല്ല, ഞങ്ങൾ സാധാരണ ഈ സാമുദായിക സംഘടനകളുടെ യോജിപ്പും വിയോജിപ്പിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. സമുദായ ഐക്യം നല്ലതാണ്, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അങ്ങനെ ഐക്യം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർക്കെതിരാവരുത്. പിന്നെ ഈ ഐക്യം ഉണ്ടായത് UDF-നെ ബാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ഇലക്ഷൻ ഇനിയും സമയമുണ്ടല്ലോ. ഏതായാലും ഐക്യം ഉപേക്ഷിച്ചുവെന്ന് ആണ് ചാനൽ വാർത്തകളെന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ മുഖ്യ കാരണമായിട്ട് മനസ്സിലാക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി SNDP-യുടെ വൈസ് പ്രസിഡൻ്റ് ആണെങ്കിലും BJP-യുടെ ഘടകകക്ഷിയായ BDJS-ൻ്റെ ചെയർമാൻ കൂടിയാണ്, NDA-യുടെ അംഗമാണ്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അതൊരു BJP ലൈനിലേക്ക് പോകുമോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ട് NSS-നുണ്ടായി കാണും. പിന്നെ ശ്രീ സുകുമാരൻ നായർ എല്ലാ കാലത്തും ഒരു BJP സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഇതൊരു മുന്നോക്ക സമുദായത്തിൻ്റെ സംഘടനയായിട്ട് പോലും BJP-യുമായിട്ട് ഒരു സഹകരണം ഒരു കാലത്തും അദ്ദേഹം നടത്തിയിട്ടില്ല. അപ്പം മന്നം ജയന്തിക്ക് തന്നെ സാധാരണ ഒന്നുകിൽ രാഷ്ട്രീയക്കാർ വരികയാണെങ്കിൽ തന്നെ അത് UDF-കാരായിരിക്കും. ഏതായാലും BJP-ക്കാരെ അവിടെ അദ്ദേഹം സാധാരണ ഈ ഫംഗ്ഷന് പങ്കെടുപ്പിക്കാറില്ല. അപ്പോൾ ഒരു BJP ലൈനിലേക്ക് പോകുന്നു എന്ന സംശയം NSS ഡയറക്ടർ ബോർഡിനുണ്ടായപ്പോൾ അവർ ഐക്യകണ്ഠ്യേന ഇങ്ങനൊരു ഐക്യം വേണ്ടാന്ന് തീരുമാനിച്ചു. ഈ രണ്ട് ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ അല്ലെങ്കിൽ സമുദായത്തെ BJP-യിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു രഹസ്യ നീക്കമായിരുന്നു വെള്ളാപ്പള്ളി നടത്തിയത്? അല്ല, അങ്ങനെ ചില വാർത്തകളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ശരിതെറ്റുകളെന്താ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ അതിൽ അത്ര താല്പര്യവും കാണിച്ചിട്ടില്ല. കാരണം താല്പര്യം കാണിക്കേണ്ട ആവശ്യമില്ല, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടുമെന്നൊരു വാർത്ത മാധ്യമങ്ങളിലൊക്കെ സജീവ ചർച്ചയായിട്ട് വന്നിരുന്നു. ഒരുപക്ഷെ ആ ചർച്ചയായിരിക്കാം NSS-നെ ഇങ്ങനെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്.